വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഓപ്പറേറ്റേഴ്സ്, ഇൻപുട്ട് ഔട്ട്പുട്ട് ഫംഗ്ഷൻസ്, ടൈപ്പ് കാസ്റ്റിംഗ് തുടങ്ങിയ ടോപ്പിക്കുകളാണ് നോക്കിയത്. കാണാത്തവരുണ്ടെങ്കിൽ ഐ ബട്ടണിൽ പോയി ചെക്ക് ചെയ്യുക. ഓപ്പറേറ്റേഴ്സ് പഠിച്ചപ്പോൾ നിങ്ങൾ ബേസിക് മാത്തമാറ്റിക്കൽ കാൽക്കുലേഷൻസ് എങ്ങനെ ചെയ്യാമെന്ന് പഠിച്ചു. അതുപോലെ ഇൻപുട്ട് ഔട്ട്പുട്ട് ഫംഗ്ഷൻസ് പഠിച്ചപ്പോൾ യൂസറിൽ നിന്ന് എങ്ങനെ ഇൻപുട്ട് വാങ്ങിക്കാമെന്ന് പഠിച്ചു. അതുപോലെ യൂസർക്ക് എങ്ങനെ കമ്പ്യൂട്ടർ പ്രോഗ്രാമിൽ നിന്ന് ഒരു ഔട്ട്പുട്ട് കാണിച്ചു കൊടുക്കാമെന്ന് പഠിച്ചു. അപ്പോൾ ഇതൊക്കെ വെച്ചിട്ട് നമുക്ക് ബേസിക് ആയിട്ടുള്ള കുറച്ച് ടാസ്കുകൾ ചെയ്തു നോക്കാം. ഇതുമായി ബന്ധപ്പെട്ട പ്രോഗ്രാംസ് ചെയ്യുമ്പോഴാണ് നിങ്ങൾക്ക് ഈ കൺസെപ്റ്റുകളൊക്കെ കൂടുതൽ ക്ലിയർ ആവുക. നിങ്ങൾക്ക് മനസ്സിലാവാനായിട്ട് ഞാനൊരു ടാസ്ക് ചെയ്ത് കാണിച്ചു തരാം. എന്നിട്ട് അതുമായി ബന്ധപ്പെട്ട പല ടാസ്കുകൾ വീഡിയോയുടെ എൻഡിൽ നമ്മൾ ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങളത് ചെയ്ത് പ്രാക്ടീസ് ചെയ്യാം. ഓപ്പറേറ്റേഴ്സ്, ഇൻപുട്ട് ഔട്ട്പുട്ട് ഫംഗ്ഷൻസ്, ടൈപ്പ് കാസ്റ്റിംഗ് തുടങ്ങിയ ടോപ്പിക്ക് വെച്ചിട്ടുള്ള ടാസ്കുകളാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ആദ്യത്തെ ടാസ്ക് നോക്കാം. ആദ്യം നമുക്ക് ഒരു റെക്റ്റാങ്കിളിൻ്റെ ഏരിയ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം എന്നുള്ള പ്രോഗ്രാമാണ് എഴുതാൻ പോകുന്നത്. എങ്ങനെയാണ് ഒരു റെക്റ്റാങ്കിളിൻ്റെ ഏരിയ ഫൈൻഡ് ചെയ്യാമെന്ന് നമുക്ക് നോക്കാം. റെക്റ്റാങ്കിളിൻ്റെ ഏരിയ ഫൈൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഏരിയ കണ്ടുപിടിക്കാനുള്ള ഫോർമുല എന്ന് പറയുന്നത് ലെങ്ത് ഇൻറ്റു വിഡ്ത്ത് ആണ്. ഈ ഒരു ഫോർമുല വെച്ചിട്ട് നമുക്ക് എങ്ങനെയാണ് ഏരിയ കണ്ടുപിടിക്കാൻ നോക്കാം. ഇവിടെ യൂസറുടെ കയ്യിൽ നിന്ന് നമ്മൾ ലെങ്ത്ത് വാങ്ങിക്കണം. അപ്പോൾ നിങ്ങൾ പൈത്തണിൽ ഇൻപുട്ട് ഫംഗ്ഷൻസ് പഠിച്ചിട്ടുണ്ടായിരുന്നു. ഇൻപുട്ട് ഫംഗ്ഷൻസ് വെച്ചിട്ട് യൂസറുടെ കയ്യിൽ നിന്ന് ലെങ്ത്തും അതുപോലെ വിഡ്ത്തും വാങ്ങിക്കാൻ പറ്റും. അതിനെന്നിട്ട് ഇൻറ്റീജറായിട്ട് കൺവേർട്ട് ചെയ്യണം, അല്ലേ? നമ്പറായിട്ട് കൺവേർട്ട് ചെയ്യണം. നമ്പറായിട്ട് കൺവേർട്ട് ചെയ്യാൻ നിങ്ങൾ ടൈപ്പ് കാസ്റ്റിംഗ് പഠിച്ചിട്ടുണ്ടായിരുന്നു. അത് വെച്ചിട്ട് നമ്പറായിട്ട് കൺവേർട്ട് ചെയ്യാം. എന്നിട്ട് ഏരിയ കണ്ടുപിടിക്കാനുള്ള ഈ ഒരു ഓപ്പറേറ്റർ, ഇൻറ്റു ചെയ്യാനുള്ള ഓപ്പറേറ്റർ വെച്ചിട്ട് നമ്മൾ അരിത്തമെറ്റിക്കൽ ഓപ്പറേറ്റേഴ്സ് പഠിച്ചിട്ടുണ്ടായിരുന്നു. അതിൽ ഇൻറ്റു വെച്ചിട്ട് നമുക്ക് ഇതിനെ ഇൻറ്റു ചെയ്തിട്ട് ഏരിയ കണ്ടുപിടിക്കാൻ പറ്റും. അതിനുശേഷം അതിൻ്റെ റിസൾട്ട് യൂസർക്ക് പ്രിൻ്റ് ചെയ്യിക്കാൻ വേണ്ടിയിട്ട് ഔട്ട്പുട്ട് ഫങ്ഷൻസ് യൂസ് ചെയ്യാം. ആദ്യം തന്നെ അപ്പോൾ ലെങ്ത്താണ് യൂസറുടെ നിന്ന് വാങ്ങിക്കുന്നത്. അതിന് വേണ്ടിയിട്ട് ലെങ്ത്ത് എന്ന് പറഞ്ഞിട്ട് ഒരു വേരിയബിൾ എടുത്തു. എന്നിട്ട് യൂസറുടെ നിന്ന് ഇൻപുട്ട് വാങ്ങിക്കാൻ ഇൻപുട്ട് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഫംഗ്ഷൻ എഴുതി. അതിൻ്റെ ഉള്ളിൽ ഡബിൾ കോട്ട്സിൻ്റെ ഉള്ളിൽ യൂസറോട് ലെങ്ത്ത് എൻ്റർ ചെയ്യാൻ പറഞ്ഞു. അപ്പോൾ എൻ്റർ ലെങ്ത്ത്. എന്നിട്ട് അതിനെന്താക്കി മാറ്റണം? ഇൻറ്റീജറാക്കി മാറ്റണം. അപ്പോൾ ഇൻറ്റ് എന്ന് പറഞ്ഞു കൊടുത്തു. ഇനി അതുപോലെ തന്നെ വിഡ്ത്ത് യൂസറുടെ നിന്ന് വാങ്ങിക്കുക. അപ്പോൾ വിഡ്ത്ത് എന്ന് പറഞ്ഞ വേരിയബിളിലേക്ക് യൂസറുടെ ഇൻപുട്ട് വാങ്ങിക്കുകയാണ്. ഇൻപുട്ടിൽ എൻ്റർ വിഡ്ത്ത് എന്ന് പറഞ്ഞു കൊടുത്തു. എന്നിട്ട് അതിനെ ഇൻറ്റീജറാക്കി മാറ്റുകയാണ്. അപ്പോൾ ഇൻറ്റ് എന്ന് പറഞ്ഞ ഫംഗ്ഷൻ കൊടുത്തു. ഓക്കെ. അപ്പോൾ ഇൻപുട്ട് ഫംഗ്ഷൻസ് വെച്ചിട്ട് നിങ്ങൾ യൂസറിൽ നിന്ന് ലെങ്ത്തും വിഡ്ത്തും വാങ്ങിച്ചു. അതിനുശേഷം അതിനെ ഇൻറ്റീജർ നമ്പറായിട്ട് കൺവേർട്ട് ചെയ്തിട്ട് ലെങ്ത്ത് എന്ന് പറഞ്ഞിട്ടും വിഡ്ത്ത് എന്ന് പറഞ്ഞിട്ടും രണ്ട് വേരിയബിളിലേക്കായിട്ട് അത് സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഏരിയ എന്ന് പറഞ്ഞിട്ട് ഒരു വേരിയബിൾ ക്രിയേറ്റ് ചെയ്യാണ്. അതിലേക്ക് ലെങ്ത്ത് ഇൻറ്റു വിഡ്ത്ത് എന്ന് കൊടുക്കാം. ഇനി നമുക്ക് ആ ഏരിയനെ പ്രിൻ്റ് ചെയ്യിപ്പിക്കാം റിസൾട്ടായിട്ട്. അപ്പോൾ പ്രിൻ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഔട്ട്പുട്ട് ഫംഗ്ഷൻ യൂസ് ചെയ്തിട്ട് ഏരിയ ഈക്വൽ ടു ഏരിയ എന്താ വരേണ്ടത്? നമ്മുടെ ഈ ഒരു ഏരിയ ആണ് വരേണ്ടത്. ഏരിയ എന്ന് പറഞ്ഞ വേരിയബിളിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ ആൻസർ ഉണ്ട്. അപ്പോൾ അത് ഇവിടെ വരാൻ വേണ്ടിയിട്ട് കോമ ഇട്ടിട്ട് നിങ്ങൾക്ക് ഏരിയ എന്ന് കൊടുക്കാം. ഏരിയ ഈക്വൽ ടു ആ ഒരു നമ്പർ വരും. ഇനി നമുക്ക് കൊടുത്തു നോക്കാം. ലെങ്ത്ത് 10 കൊടുക്കുന്നു, വിഡ്ത്ത് 20 കൊടുക്കുന്നു, ഏരിയ 200 എന്ന് കിട്ടി. അപ്പം ഇങ്ങനെയാണ് ഒരു റെക്റ്റാങ്കിളിൻ്റെ ഏരിയ കണ്ടുപിടിക്കുക. അപ്പോൾ നിങ്ങൾ ആദ്യം എന്ത് ക്വസ്റ്റ്യൻ ആണെങ്കിലും യൂസറുടെ നിന്ന് ഇൻപുട്ട് ചോദിക്കുക. അതിനെ എന്തിലേക്കാണോ കൺവേർട്ട് ചെയ്യേണ്ടത് ആ ഒരു ചിലപ്പോൾ ഇൻറ്റീജറിലേക്കായിരിക്കാം, ഫ്ലോട്ടിലേക്കായിരിക്കാം, എന്തിലേക്കാണെന്ന് വെച്ചെങ്കിൽ കൺവേർട്ട് ചെയ്യുക. അതിനൊരു വേരിയബിളിൽ സേവ് ചെയ്ത് വെക്കുക. അതിനുശേഷം എന്ത് മാത്തമാറ്റിക്കൽ ഓപ്പറേഷൻസ് ആണോ പെർഫോം ചെയ്യേണ്ടത് അത് ചെയ്യുക. അതിനുശേഷം അത് ഔട്ട്പുട്ട് ഫങ്ഷൻസ് വെച്ചിട്ട് യൂസർക്ക് അതിൻ്റെ റിസൾട്ട് കാണിച്ചു കൊടുക്കുക. ഇത്രയാണ് ചെയ്യേണ്ടത്. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ടാസ്കുകളായിരിക്കും നമ്മൾ ഇനി തന്നിട്ടുണ്ടാവുക. അത് നിങ്ങൾ സ്വയം ചെയ്ത് നോക്കുക. ഇനി പൈത്തൻ്റെ ബേസിക് ആയിട്ടുള്ള കുറച്ച് ടാസ്കുകളാണ് പറയുന്നത്. ഇത് നിങ്ങൾ സ്വയം ചെയ്ത് നോക്കാനായിട്ട് ശ്രദ്ധിക്കുക. ആദ്യത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഫൈൻഡ് ആവറേജ് ഓഫ് 3 നമ്പേഴ്സ്. 3 നമ്പേഴ്സ് യൂസറിൽ നിന്ന് വാങ്ങിച്ച ശേഷം അതിൻ്റെ ആവറേജ് കാൽക്കുലേറ്റ് ചെയ്തിട്ട് റിസൾട്ട് പ്രിൻ്റ് ചെയ്യിക്കുകയാണ് വേണ്ടത്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ഫൈൻഡ് വോളിയം ഓഫ് എ ക്യൂബ്. ഒരു ക്യൂബിൻ്റെ വോളിയം എങ്ങനെ കണ്ടുപിടിക്കാം? അപ്പോൾ എന്തൊക്കെയാണ് ഒരു വോളിയം കണ്ടുപിടിക്കാനുള്ള കാര്യങ്ങൾ എന്ന് യൂസറിൽ നിന്ന് ഇൻപുട്ടായിട്ട് വാങ്ങിക്കുക. അതിനുശേഷം ആ ഒരു വോളിയം റിസൾട്ടായിട്ട് പ്രിൻ്റ് ചെയ്യിക്കുകയാണ് വേണ്ടത്. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ഫൈൻഡ് സിമ്പിൾ ഇൻട്രസ്റ്റ്. സിമ്പിൾ ഇൻട്രസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യാനുള്ള
ഫോർമുല നോക്കിയിട്ട് എന്തൊക്കെയാണ് യൂസറിൽ നിന്ന് ഇൻപുട്ടായിട്ട് വാങ്ങിക്കേണ്ടത് എന്ന് നോക്കിയിട്ട് സിമ്പിൾ ഇൻട്രസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യാം. 4ാമത്തെ ക്വസ്റ്റ്യൻ ഫൈൻഡ് പെരിമീറ്റർ ഓഫ് എ സർക്കിൾ. ഒരു സർക്കിളിൻ്റെ പെരിമീറ്റർ കാണാം. 5ാമത്തെ ക്വസ്റ്റ്യൻ ഫൈൻഡ് പവർ ഓഫ് എ നമ്പർ. ഒരു നമ്പർ യൂസറിൽ നിന്ന് വാങ്ങിച്ചിട്ട് അതിൻ്റെ പവർ കാണാനുള്ള പ്രോഗ്രാമാണ് ചെയ്യേണ്ടത്. അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസ് നിങ്ങൾ സ്വയം ചെയ്ത് നോക്കുക. പ്രോബ്ലംസ് ഒക്കെ നിങ്ങൾ സ്വയം ചെയ്ത് നോക്കാൻ തന്നെ ശ്രദ്ധിക്കുക കേട്ടോ. ടാസ്കുകൾ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ താഴെ കമൻ്റായിട്ട് ചോദിക്കാൻ മറക്കരുത്. അടുത്ത വീഡിയോയിൽ നമുക്ക് പൈത്തണിലെ കണ്ടീഷണൽ സ്റ്റേറ്റ്മെൻറ്റ് എന്താണെന്ന് നോക്കാം. അപ്പോൾ എല്ലാവരും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.